ദോശനിലയിൽ വിളമ്പാൻ വിഭവങ്ങൾ ഏതൊക്കെയായെൻ്റെ നീലിപ്പെണ്ണേ. ഓണസദ്യയിലെ തൊടുകറികളിൽ നമ്മൾ ഏറ്റവും അവസാനമായി വിളമ്പുന്ന ഒരു വിഭവമാണ് കൂട്ടുകറി. ആദ്യമായി നമ്മൾ ചേനയും പച്ചക്കായും നമ്മൾ വേവിക്കണം. അതിനുശേഷം ഇതിലേക്ക് എടുക്കേണ്ടത് കടലയാണ്. തലേന്ന് ഒരു 6 മണിക്കൂർ നേരം കുതിർന്ന കടലയാണ് നല്ലത്. ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കുക. മുളക് പൊടി നമുക്കിതിലേക്കൊരു 1 സ്പൂൺ മതി. പിന്നീട് മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി തോല് ഉരിഞ്ഞു വെച്ചത് അത് ഇതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ ഉപ്പ് ഇടണം ഇതിലേക്ക് പാകത്തിന്. പിന്നെ ചേർക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ്. 2 സ്പൂൺ നമുക്ക് ഇതിലേക്കായിട്ട് ചേർക്കാം. പിന്നീട് ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് പിന്നെ നമുക്ക് വേവാനായിട്ട് കാത്തു നിൽക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തരച്ചത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഈ അരവെല്ലാം വേവുന്നത് വരെ നല്ലപോലെ ഇളക്കുക. ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കര. ഇത്രയും അളവിലേക്ക് ഒരു 2 കല്ല് ശർക്കര മതിയാവും. ശർക്കര അലിയാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക. ഇനി നമുക്ക് ഈ വെന്തത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമ്മളിതിലേക്ക് വറവിടാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുക. ചെറിയ ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചത് ചേർക്കാം. ഇത് രണ്ടും ഒന്ന് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. തേങ്ങ ചിരകി വെച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നിറം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കും. തേങ്ങയെല്ലാം നല്ല മുരിഞ്ഞ് അതിൻ്റേതായൊരു ഇഫക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകറി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി ചേർക്കണം. അങ്ങനെ നമ്മുടെ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. ഇഞ്ചിയും ഉള്ളിയും തൊടുകറികൾ